إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يحسن لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العلي العظيم. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അവൻ്റെ റസൂലിൻ്റെയും നിയമങ്ങളും ശാസനകളും ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. ഇസ്ലാം നമുക്ക് നിരവധി മുൻകരുതലുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതായത് ഇസ്ലാമിൻ്റെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും അത് എങ്ങനെ ചെയ്യണമെന്നും ആ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ സ്റ്റെപ്പുകൾ പടവുകൾ എടുക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഇബാദത്തുകളും എടുത്തു നോക്കുക. നമ്മുടെ നമസ്കാരം എന്നത് പള്ളിയിലേക്ക് കയറി വന്ന് നിസ്കരിക്കുന്നതിന് മുമ്പ് വുദു എടുക്കുവാൻ നമ്മളോട് കൽപ്പിച്ചു. ആ വുദു എടുക്കുന്ന വെള്ളം തഹൂറാവണമെന്ന് കൽപ്പിച്ചു. സ്വയം ശുദ്ധിയാക്കുന്നതുമായ വെള്ളമാവണമെന്ന് കൽപ്പിച്ചു. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കണമെന്ന് കൽപ്പിച്ചു. ഉള്ളു മാത്രമല്ല, പുറത്ത് നമ്മുടെ ശരീരം അടക്കം പോലും ശുദ്ധിയാവണമെന്ന് നമ്മോട് കൽപ്പിച്ചു. പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, പടച്ചോനെ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. പള്ളിയിലേക്ക് കടന്നു വന്ന് അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാൻ നമ്മളോട് കൽപ്പിച്ചു. അതിനുശേഷം ഇഖാമത്ത് കൊടുക്കുന്നു. ആ ഇഖാമത്ത് ഇമാമ് നിൽക്കുന്നു, നമ്മൾ മഅ്മൂമായി നിൽക്കുന്നു. ഈ തരത്തിലുള്ള ഒരു സ്റ്റെപ്പുകൾ പടവുകളിലൂടെയാണ് ഫർദ് നമസ്കാരം പോലും നമ്മളോട് ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതായത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം നിരവധി പടവുകൾ കടന്നുകൊണ്ടും നിരവധി മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് നമസ്കാരത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. നോമ്പ് നോക്കുക. നമ്മൾ നോമ്പ് അടുക്കുകയാണ്. നോമ്പിന് മുമ്പ് നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ആത്മാവും നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം പുറത്തുകൊണ്ട് ഷാബാനിൽ പറ്റുന്ന നോമ്പുകൾ എടുത്തുകൊണ്ടാണ് റമളാനിലേക്ക് കടക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കാരണം റമളാൻ നിങ്ങൾക്ക് എന്താണ് തരുന്നത്? തഖ്വ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്.
ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് ആ റമദാനുമായി ബന്ധപ്പെട്ട നോമ്പ് നിർബന്ധമാക്കുന്ന ആയത്തിൻ്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് തഖ്വ നിങ്ങൾക്ക് ലഭിച്ചേക്കാമെന്നാണ്. ഈ പടവുകൾ പൂർത്തിയാക്കുകയാണെങ്കിൽ തഖ്വ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നോമ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമസ്കാരത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം നമ്മളുടെ മുൻകറുകളെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെയും ഫഹ്ശാഇനെയും വൃത്തികെട്ട മ്ലേച്ഛമായ കാര്യങ്ങളെയും തടയുന്നതാണ്. അതായത് നമ്മളുടെ പഠിപ്പിക്കുന്ന ഇബാദത്ത് പോലും മുൻകരുതലുകൾ എടുക്കുവാനും ആ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ എടുത്ത മുൻകരുതലുകൾ സൂക്ഷ്മതയുള്ളതാണെങ്കിൽ അത് നമ്മുടെ ഇബാദത്തുകളുടെ നമ്മുടെ ജീവിതം നന്നാകുമെന്നും വ്യക്തി ജീവിതം നന്നാകുമെന്നും നമ്മുടെ സാമൂഹിക ജീവിതം പോലും നന്നാകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സക്കാത്തിൻ്റെ കാര്യവും അതുതന്നെയല്ലേ. നമ്മൾ സമ്പാദിക്കുന്ന നമ്മളുടെ സ്വന്തം സമ്പത്തിൽ നിന്ന് 2% കൊടുക്കുന്നതിലൂടെ നമ്മുടെ സക്കാത്തും നമ്മുടെ ജീവിതവും അത് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ. സക്കാത്ത് കൊടുക്കുവാൻ അതിനുള്ള കണക്കുകൾ വേണം. കൊടുക്കണമെങ്കിൽ സമ്പാദിക്കുന്ന സമ്പത്ത് അത് ഹലാലായ വഴികളിലൂടെ ആവണം, അല്ലെങ്കിൽ നമുക്ക് സക്കാത്ത് കൊടുക്കുവാൻ കഴിയില്ല. കൊടുക്കുകയാണെങ്കിലോ നമ്മളുടെ വ്യക്തി ജീവിതവും സാമ്പത്തിക ജീവിതവും നന്നാവുന്നു. അതിലൂടെ നമ്മുടെ ചുറ്റുപാടുമുള്ള അർഹരായ ആൾക്കാരുടെ ജീവിതം നന്നായി മാറുകയും ചെയ്യുന്നു. നമ്മുടെ ഇബാദത്തിലൂടെ നമ്മളെ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ട് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത്. നമ്മളുടെ വ്യക്തി ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ വിഷമങ്ങളും മാറ്റുവാൻ തക്ക രീതിയിലാണ് സക്കാത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ട് ചെയ്യുന്നത്. ഹജ്ജിൻ്റെ കാര്യവും അതുതന്നെയല്ലേ. നമ്മൾ ഹജ്ജ് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പടവുകളുണ്ട് നമ്മുടെ മുമ്പിൽ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മാത്രമേ നമുക്ക് ഹജ്ജിലേക്ക് കടക്കാൻ കഴിയൂ, ഇഹ്റാം കെട്ടാൻ കഴിയുകയുള്ളൂ. ഹജ്ജിൽ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്, അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ ഹജ്ജിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഹജ്ജിന് ചെയ്യേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ആത്മവിശുദ്ധിയോടുകൂടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെ പോലെ ആയി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണത്? നമ്മുടെ മുൻകരുതലുകൾ സൂക്ഷ്മവും സുന്ദരവുമായതുകൊണ്ട് മാത്രമാണത്. ഇതുപോലെ ഷഹാദത്ത് കലിമയുടെ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ 5 സ്തംഭങ്ങൾ ഇസ്ലാമിൻ്റെ ആദ്യത്തെ 4 എണ്ണം ഷഹാദത്ത് കലിമയും കൂടി ആലോചിച്ച് നോക്കുക. ഷഹാദത്ത് കലിമ നമ്മൾ ദിവസവും 5 നേരം നിർബന്ധ ബുദ്ധിയ ഓരോ പള്ളികളിൽ നിന്നും വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ 5 നേരവും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ മറുപടി പറയൽ നമുക്ക് നിർബന്ധമാണ്. എന്തിനാണത്? ഒരു മുസ്ലിം ഞാൻ മുസ്ലിമാണെന്നുള്ള പ്രഖ്യാപനമാണത്. അതുപോലെ തന്നെ നമ്മുടെ ഈമാനിനെ 5 നേരം നിരന്തരം പുതുക്കലും കൂടിയിട്ടാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ഒരു പൊതുവായ പ്രഖ്യാപനവും കൂടിയിട്ടാണ് ബാങ്ക് വിളിയിലൂടെ സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ പുതുക്കൽ, ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസം ഏറ്റെടുത്തു എന്നതിൻ്റെ പ്രഖ്യാപനവും കൂടിയിട്ടാണ് ബാങ്ക്. ഏതൊക്കെ തരത്തിലാണ് നമ്മളുടെ ഇബാദത്തുകൾ മാത്രം 5 സ്തംഭങ്ങൾ മാത്രം ഒരു വിശ്വാസിയുടെയും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇബാദത്തുകളിലൂടെ നമ്മളുടെ അടിസ്ഥാന 5 സ്തംഭങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ചില പടവുകളാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി ഇതേ മുൻകരുതലുകൾ എടുക്കാറുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചല്ലോ, 2 നമസ്കാരങ്ങൾക്കിടയിൽ ഒരു വിശ്വാസിയുടെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. 2 ജുമാകൾക്കിടയിലുള്ള ഒരു വിശ്വാസിയുടെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. 2 റമദാനുകൾക്കിടയിലുള്ള ഒരു വിശ്വാസിയുടെ കുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. വ്യത്യസ്ത ഹദീസുകളിലൂടെ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ ആശയങ്ങളിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും ഒരു വിശ്വാസിയെ, ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ പരമവിശുദ്ധനാക്കി മാറ്റാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം വെച്ച് തരുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിലാണ് ഈ വിഷയങ്ങളെല്ലാം കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരാൾ തൻ്റെ ജീവിതത്തിൽ മരണപ്പെടുമ്പോൾ എന്താണ് ബാക്കി വെക്കുന്നത്? 3 കാര്യങ്ങളാണ്. അതിലൊന്ന് സാലിഹായ സന്താനങ്ങളാണ്, അവളുടെ സൽക്കർമ്മങ്ങളാണ്, 3ാമത് സദഖ ജാരിയാണ്. ആലോചിച്ച് നോക്കുക, ഈ 3 മുൻകരുതലുകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്.
ഒരു പിതാവ്, ഒരു മാതാവ് എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ മക്കളെ നമ്മുടെ തന്നെ പരലോക വിജയത്തിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്? നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം സാലിഹായ സന്താനങ്ങളാക്കി മാറ്റുന്നുണ്ട്? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അമലു സാലിഹ്, സൽക്കർമ്മങ്ങൾ. നമ്മളെന്തായാലും മരിച്ചു പോവേണ്ടവരാണ്. നമുക്ക് ബാക്കിയാവുന്നത് ഈ 3 കാര്യങ്ങൾ മാത്രമാണ്. ആ ഒരു വേളയിൽ നമ്മുടെ അമലു സാലിഹ് നമ്മുടെ കൂടെ ഉണ്ടാകുമോ? നമ്മൾ ആ രീതിയിൽ ചെയ്യാറുണ്ടോ? മൂന്നാമത് സ്വതക്ക ജാരിയാണ്, എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്കകൾ. ആലോചിച്ച് നോക്കൂ, ഈ 3 കാര്യങ്ങളും നമ്മുടേതല്ല, മക്കൾ വേറെയാണ്. അതുപോലെ തന്നെ അമലു സാലിഹും വേറെയായി മാറുന്നു, നമ്മുടെ കൂടെ വരുന്നില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് അമലു സാലിഹ്. മക്കളെ നന്നായി വളർത്തുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മക്കളെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനാണ് സ്വതക്ക ജാരിയ എന്ന് പറയുന്നത്. നമുക്ക് ഉള്ളതല്ല അത്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിലൂടെ നമ്മളെ സ്വർഗം ഉറപ്പുവരുത്തുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ മക്കളെ നന്നായി വളർത്തുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് കൊള്ളാം, അതുപോലെ നമ്മുടെ ആഖിറത്തിനും ഉപകാരപ്പെടുന്നു. നമ്മൾ നല്ല പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, മറ്റൊരാളെ സഹായിക്കുകയാണെങ്കിൽ അയാൾക്കത് ഉപകാരപ്പെടുമാവും. പക്ഷെ അതേ സമയം തന്നെ നമ്മുടെ ആഖിറത്തിനും അത് ഉപകാരപ്പെടുന്നു. നമ്മുടെ സ്വന്തം സമ്പത്തിൽ നിന്ന് നാട്ടുകാർക്ക് ഉപയോഗിക്കുന്നതിനാണല്ലോ സദഖ ജാരിയ എന്ന് പറയുക. അത് ഭൗതികമായി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ അതേസമയം നമ്മുടെ ആ ഉഖ്റവി ജീവിതത്തിന്, ആഖിറത്തിൽ നമുക്കത് ഉപകാരപ്പെടുന്നതായി മാറുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുസമ്മിൽ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതേ കാര്യം പറയുന്നുണ്ട്. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദുഹു ഇൻദല്ലാഹി ഖൈറൻ വ അഅ്ളമ അജ്റ. നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ലതായും ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളതായും നിങ്ങൾക്ക് കാണും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുസമ്മിൽ പറയുന്നുണ്ട്. കാരണം കാഫിറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്. കാഫിർ വിചാരണ ദിവസം കാഫിർ പറയുന്നുണ്ട്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, എനിക്കെൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന നിമിഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഫജ്റിൽ പരാമർശിക്കുന്നത് കാണാം. ആ ഒരു വിലാപത്തിൽ, ആ ഒരു ഖേദപ്രകടനത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ പാടുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ ലോകത്ത് നമുക്ക് ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കുക, അത് നമ്മൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് എൻ്റെ മസ്ജിദുൻ നബവിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ സഹോദരനോടൊപ്പം നടക്കലാണ്. അതായത് എൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിൽ അവൻ്റെ കൂടെ നിൽക്കലാണ്, അവനെ സഹായിക്കലാണ് ഈ മസ്ജിദുൻ നബവിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഈമാൻ പ്രതിഫലിക്കേണ്ടത് നമ്മുടെ താല്പര്യങ്ങളിലല്ല, മറ്റുള്ളവരുടെ താല്പര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിവിധ സൂറത്തുകളിലായി, സൂറത്തുൽ ഇൻസാനിലൊക്കെ ഈ വിശദീകരണം പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അത് അവരുടെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കുന്നു. വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. മിസ്കീനിനെയും യതീമിനെയും തടവ് പുള്ളികളായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്ഷണത്തോടും തങ്ങളുടെ കയ്യിലുള്ള വിഭവത്തോടും താല്പര്യമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു. എന്നിട്ട് അവർ പറയും, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. കൊടുത്തതിന് ശേഷം നന്ദി പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നന്ദി ആഗ്രഹിക്കുന്നവരല്ല വിശ്വാസികൾ. കൊടുത്തതിന് ശേഷം ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. വിശ്വാസികൾ പറയും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വേണ്ട, യാതൊരു നന്ദിയും വേണ്ട. കാരണം അള്ളാഹുവിൻ്റെ റിളയാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് വിശ്വാസി ആഗ്രഹിക്കുന്നതെന്ന് സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. ഈ തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കൽ അനിവാര്യമായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, പുഞ്ചിരി സ്വതക്കയാണ്. എങ്ങനെയാണ് സ്വതക്ക പുഞ്ചിരിയായി മാറുന്നത്? വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ പ്രകാശനം, മറ്റുള്ള ഒരാളുടെ വിഷമം, ഒരുപക്ഷെ നമ്മളുടെ പുഞ്ചിരി കൊണ്ട് ഒരാളുടെ വിഷമം മാറിയേക്കാം.
നമ്മുടെ പുഞ്ചിരി കൊണ്ട് ഒരാളുടെ ഒറ്റപ്പെടൽ മാറിയേക്കാം. അവന് കിട്ടുന്ന ആ സഹവാസം, അയാൾക്ക് കിട്ടുന്ന ആ ഒരു ഭാഗ്യം ആ പുഞ്ചിരിയിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരി സ്വതക്കയാണെന്ന് പറഞ്ഞത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അത് നിരന്തരം നിങ്ങൾ ചെയ്യണം. നന്മകൾ ചെറുതാവാം, ചെറിയ നന്മകളാവാം, പക്ഷെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാറ്റിവെക്കലുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജുമയെക്കുറിച്ച്, നമ്മളിപ്പോൾ ജുമയിലാണല്ലോ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസമാണ് അത് ജുമാ ദിവസമാണ്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിൻ സ്വലാത്തിക്കും, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഒരുപക്ഷെ നമ്മൾ അധികവും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചെല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രത്യേകം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, അതും ജുമാ ദിവസം. നമുക്ക് ഇങ്ങനെ നിന്ന് ഇസ്ലാമിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ഈമാനിനെക്കുറിച്ചും പറയാനും കേൾക്കാനും ഭാഗ്യം ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമിൽപ്പെട്ടതുകൊണ്ടാണ്. നമുക്ക് നല്ല വിശ്വാസിയായി ജീവിക്കാൻ കഴിഞ്ഞത്, നല്ല മകനായും നല്ല പിതാവായും മാതാവായും സഹോദരിയായും എല്ലാം ജീവിക്കാൻ കഴിയുന്നത് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. ആ ഒരു ബോധം അത് പഠിപ്പിച്ച ഒരാളെന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ജുമ തുടങ്ങിയപ്പോൾ പോലും ജുമയിലുള്ള ഷർത്തുകളെക്കുറിച്ച്, നിബന്ധനകളെക്കുറിച്ച് എന്തൊക്കെ ചൊല്ലണമെന്ന് ഫിഖ്ഹിൽ ചർച്ചകളുണ്ട്. അതിൽ ആദ്യം ഹംദ് കഴിഞ്ഞ് നമ്മൾ ഷഹാദത്തും കഴിഞ്ഞ് കൂടെ സ്വലാത്താണ് ചെല്ലേണ്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജുമയിലെ ഒരു നിബന്ധനയാക്കി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി. നമസ്കാരത്തിൽ പോലും അത് പ്രധാന ഭാഗമാക്കി മാറ്റി. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന പ്രധാന ഇബാദത്തുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം ഓർക്കുവാനും ആ ഓർമ്മകളിലൂടെ നിരന്തരം പ്രാർത്ഥിക്കുവാനും ഞാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൻ്റെ ഒരു കണ്ണിയാണെന്ന് സ്വയം ഓർക്കുകയും ചെയ്യുവാനും വേണ്ടിയിട്ടാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ, ആരാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചത്? മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ചവനാണ്. വബി മുഹമ്മദിൻ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവനാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവനാണ്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ കണക്ട് ചെയ്യുന്നത്, ഘടിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് സ്വലാത്തുകളിലൂടെ ദിവസേനയുള്ള അധികരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പോലും നമ്മുടെ പരലോക ജീവിതത്തിൻ്റെ പ്രധാന ഒരു ഘടകമായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഓതി വെച്ച സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. എന്തിനുകൊണ്ടാണ്? ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. നിങ്ങളിങ്ങനെ പറയരുത്. അതായത് പടച്ചവനെ, കുറച്ചും കൂടി ഞങ്ങൾക്കൊന്ന് ആയുസ് നീട്ടി തന്നിരുന്നുവെങ്കിൽ, കുറച്ചും കൂടി ഞങ്ങൾ കുറച്ചും കൂടി ഞങ്ങൾ സ്വതക്കകൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു, നിന്നെ സത്യപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു, നിൻ്റെ ദീനിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ കഴിയുമായിരുന്നു. വഅകും മിനസ് സ്വാലിഹീൻ, എന്നിട്ട് സ്വാലിഹീങ്ങളിലും കൂടെ പെടുവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകിയ എന്തൊക്കെയാണോ വിഭവം അതുകൊണ്ട് നിങ്ങൾ ചിലവഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒഴിവ് സമയം, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം അല്ലാഹ് തന്ന രണ്ട് നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. നമ്മുടെ സമയങ്ങളെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു? നമ്മുടെ സമയത്തെ പരലോകത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യത്തെ പരലോകത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? വിശ്വാസി ആര് എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വജാഹദു ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞു പോകുന്ന സൂറ ഹുജറാത്തിൽ ആയത്തുണ്ട്. അതായത് വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസം മാത്രമല്ല, സൽക്കർമ്മവും കൂടി പുലർത്തുന്ന ആളാണ്.
അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ്. സ്വന്തം ശരീരം കൊണ്ടും ധനം കൊണ്ടും എന്തൊക്കെ കൊണ്ടും നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കാൻ കഴിയുന്നോ അതൊക്കെ കൊണ്ടും ജിഹാദ് ചെയ്യുന്നവനാണ്. സുമ്മലം യർത്താബു, അത് മാത്രമല്ല പ്രധാന ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കുന്നത് പിന്നെ അതിൽ സംശയിക്കാത്തവരും കൂടെയാണ്. അതായത് പാതി മുസ്ലിം എന്ന് പറയുന്ന ആശയം ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവൻ ഇസ്ലാമിനെ, ഈമാനെ അംഗീകരിച്ച വിശ്വാസിയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, മുഴുവനായും ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതെങ്കിലും ചില മേഖലകളിൽ ഇസ്ലാമിനെ പിൻപറ്റുകയും നമ്മുടെ പല താല്പര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് മാറ്റിവെക്കുകയും ചെയ്യുന്നത് അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പാതി മുസ്ലിം പാതി കാഫിർ എന്ന് പറയുന്ന ആശയം ഇസ്ലാമിലില്ല. മുഴുവനായും ഇസ്ലാമിനെ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്കുള്ള വളർച്ച ഒരു മുസ്ലിമിൽ നിന്ന്, നമ്മളെല്ലാവരും മുസ്ലിമാണ്, ഒരു മുസ്ലിമിൽ നിന്ന് മുഅ്മിനേക്കുള്ള വളർച്ച, അതിൽ നിന്ന് മുഹ്സിനേക്കുള്ള വളർച്ച, അതാണ് ഇസ്ലാം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി മെമ്പർ എന്ന നിലയിൽ നമ്മൾ ഇസ്ലാം മുസ്ലിങ്ങളെന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ മനസ്സോട് നെഞ്ചോട് കൈവച്ച് ചോദിക്കേണ്ടതാണ്, ഞാനൊരു മുഅ്മിനാണ്. കാരണം സൂറ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് വിദൂര ഗ്രാമവാസികളായ അറബികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, കാലത്തിൽ അറാബു ആമന്ന, അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ ഞങ്ങളിതാ മുഅ്മിനായിരിക്കുന്നു. ഉപയോഗിച്ച പദം നോക്കുക, ആമന്ന, ഞങ്ങളിതാ മുഅ്മിനായിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാൻ പറഞ്ഞു, അങ്ങനെ പറയണ്ട, ഖൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിങ്ങളായി എന്നും പറഞ്ഞാൽ മതി. കാരണം ഫലമ്മായിദു ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ട് പറയാൻ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിമിൽ നിന്ന് ഒരു മുഅ്മിനിലേക്കുള്ള വളർച്ച, നമ്മൾ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മുഹ്സിൻ എന്ന് പറയുന്ന ബോധത്തിലേക്കുള്ള വളർച്ച. എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹദീസിൽ കാണാം, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ നീ കാണുന്ന വിധം പ്രാർത്ഥിക്കുക, ഇബാദത്ത് ചെയ്യുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതായത് സദാസമയം നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ, അതുകൊണ്ട് ആ ബോധം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഇബാദത്തുകളെ സമ്പൂർണ്ണമാക്കി മാറ്റുക എന്നാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള മനസ്സുകളെയാണ്, ആത്മാക്കളെയാണ്, ശരീരത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, അല്ലയോ ശാന്തമായ മനസ്സേ, നീ വളരെ സമാധാനപൂർവ്വം റാദിയത്തും മർദിയായി, ഞാൻ അങ്ങോട്ടും നിങ്ങൾ എന്നിലും തൃപ്തിപ്പെട്ടുകൊണ്ട് എൻ്റെ അടിമകളിലേക്ക്, എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം ചെയ്യുന്ന നഫ്സുകളായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന മുൻകരുതുകൾ അത് സൂക്ഷ്മമാവണമെന്നാണ്. ഈ ആയത്ത് പറയുന്നത് സൂറത്തുൽ മുനാഫിഖൂനിലാണ്. സൂറത്തുൽ മുനാഫിഖിൻ്റെ പ്രശ്നം അതിൽ വളരെ വിശദീകരിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൽ അഞ്ചാം പത്തികളായ, മുസ്ലിം ആണെന്നും അല്ലെങ്കിൽ മുഅ്മിനാണെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അഭിനയിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നാം തരം കുഫ്ർ പുലർത്തുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ അവലോകനം ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ ഈ പറയുന്നത്, നിങ്ങൾ മരണമെത്തുന്നതിന് മുമ്പ് കയ്യിലുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. സമയമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾക്കാർക്കെങ്കിലും അജൽ, നിങ്ങളുടെ ഡെഡ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ആർക്കും നീട്ടിക്കൊടുക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു നന്നായി അറിയുന്നവനാണ് എന്നുള്ള ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ മുനാഫിഖൂനിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം പരലോകത്ത് വിചാരണ ചെയ്യുന്നതാണെന്നുള്ള ബോധമുണ്ടാവുക. ഉമർ അള്ളാഹുവിന് പറഞ്ഞു, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ പിന്നീട് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇപ്പോഴേ തന്നെ നിങ്ങളെ സ്വയം തന്നെ വിചാരണ ചെയ്യുക. വസ്നു അമാലക്കും ഖബ്ല അൻ തൂസനു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഇപ്പോഴേ തന്നെ തിട്ടപ്പെടുത്തുക എന്ന് ഉമർ അള്ളാഹുവിന് പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട്, സഹാബികളോട് ചോദിച്ചു, അയ്യുക്കും മാലു ഇലൈഹി മിൻ മാലി വാരിസിഹി, നിങ്ങൾക്ക് അനന്തരമായി കിട്ടുന്ന സ്വത്തിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാണ്?
അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലയോ റസൂലേ, ഏറ്റവും നല്ല സമ്പത്തെന്ന് പറയുന്നത് നമുക്ക് അനന്തരം കിട്ടുന്നത് തന്നെയാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ഇന്നമാ മാലു അഹദിക്കും മാ ഖദ്ദമ, നിങ്ങൾ പിന്നത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന സമ്പത്തുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല മാൽ. കാരണം നിങ്ങളുടെ സ്വത്ത് അത് മറ്റൊരാളുടെ സ്വത്താണ്. അയാൾ സമ്പാദിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നത് അത് അമൽ സാലിഹാവണം. നിങ്ങൾ സമ്പാദിക്കുന്നത് അത് സ്വതക്കാ ജാരികളാവണം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ യഥാർത്ഥത്തിൽ നമ്മളോട് ചെയ്യുന്ന നന്മകൾ എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാവണം. ഈ ബോധമാവണം നമ്മൾ മനസ്സിൽ വെച്ച് പുലർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശ്വാസികളായി നമുക്കും നമ്മുടെ കുടുംബത്തിനും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, അമൽ സാലിഹ് ചെയ്യുന്ന, നല്ല സ്വതക്കകൾ ചെയ്യുന്ന നല്ല വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും. അൽഹംദുലില്ലാഹ് الذي خلق فسوى والذي قدر فهدى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إمام المتقين في الدنيا والآخرة. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലെ സത്യവിശ്വാസികളെയും ഒരിക്കൽ കൂടി തഖ്വ ജീവിതത്തിലൂടെ പുലർത്തുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദ്യത്തെ ഖുതുബയിൽ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന നന്മകളാണ് എന്നതാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും പരാജയം അനുഭവപ്പെടുകയില്ല. ശരിയായ വിശ്വാസി ചെയ്യുന്നതെല്ലാം സൽക്കർമ്മങ്ങളാണ്, ചിന്തിക്കുന്നതെല്ലാം ഹുസ്നു നിയ്യത്താണ്, ഹുസ്നു വന്നാണ്. നല്ല ചിന്തകളും നല്ല ഉദ്ദേശങ്ങളുമാണ് ഒരു വിശ്വാസിൽ നിന്നുണ്ടാവുന്നത്, അതായത് ഉണ്ടാവേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെക്കുറിച്ച് നിരവധി ഉപമകൾ പറയുന്നുണ്ട്. മുഅ്മിനുകൾ സ്വാദിഖീങ്ങളാണ്, സ്വാബരീങ്ങളാണ്, മുഹ്സിനീങ്ങളാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് നിരവധി ഉപമകൾ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ പുകഴ്ത്തുകയല്ല, ഒരു വിശ്വാസി എങ്ങനെ ആവണമെന്നുള്ള കൽപ്പനകളും കൂടിയിട്ടാണ് എന്ന് നമ്മളതിനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ശരിയായ വിശ്വാസി ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച മഹാനായ പണ്ഡിതൻ. അദ്ദേഹം നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതി, മാ യഫ്അലു അഅദാഇ ബി, എൻ്റെ ശത്രുക്കൾക്ക് എന്നെക്കൊണ്ട് എന്താണ് ഉപകാരം. അദ്ദേഹം പറഞ്ഞു, അനാ ജന്നത്തി വ ബുസ്താനി ഫി സ്വദരി, ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വർഗമാണ്, എനിക്ക് യാതൊരു നഷ്ടവുമില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞു, വസിജിനി ഖൽവ, നിങ്ങൾ എന്നെ ജയിലടയ്ക്കുകയാണെങ്കിൽ അതെനിക്ക് അള്ളാഹുമായി ഒറ്റയ്ക്കിരിക്കാനുള്ള നിമിഷങ്ങളായി മാറുന്നു. വ ഖത്ലി ഷഹാദ, നിങ്ങളെന്നെ വധിക്കുകയാണെങ്കിൽ അതെനിക്ക് ഷഹാദത്ത് ലഭിക്കാൻ കാരണമാകുന്നു. വ ഇഖ്റാജ് മിൻ ബലദി സിയാഹ, നിങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യാത്ര ചെയ്യാനുള്ള വേളയാക്കി ഞാനത് മാറ്റും. അതായത് ശരിയായ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ പരാജയമില്ല എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു വിശ്വാസിയാണെങ്കിൽ ഒരുപക്ഷെ ഭൗതികമായുള്ള കാഴ്ചപ്പാടുകളിൽ ചില പരാജയം നുണയാം, പക്ഷേ അതൊക്കെയും ആഖിറത്തിൻ്റെ വിജയമായി മാറുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശ്വാസികളാക്കി, നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാക്കി, നല്ല മനുഷ്യന്മാരാക്കി നമ്മെ മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കാം, പാളിച്ചകൾ സംഭവിക്കാം. അതെല്ലാം തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള വിശ്വാസികളാക്കി അള്ളാഹ് നമ്മെ മാറ്റട്ടെ. നമുക്ക് ചുറ്റുപാടും ഒരുപാട് പേർ വേദന അനുഭവിക്കുന്നുണ്ട്. യുദ്ധങ്ങളിൽ ഫലസ്തീനെ പോലുള്ള വിവിധ പ്രദേശങ്ങളിൽ യുദ്ധത്തിൻ്റെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം അള്ളാഹു തക്കതായ വിജയവും സഹായവും നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും രോഗം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിരവധി പ്രയാസം കൊണ്ടും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളിൽ തന്നെ ഉണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് നല്ല ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും ഇഫത്തുമുള്ള നിമിഷങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات. اللهم اجرنا من النار وادخل الجنة يا رب العالمين. اللهم اجعل في قلوبنا نورا وفي سمعنا نورا وفي بصرنا نورا وعن يميننا نورا وعن شمالنا نورا وأمامنا نورا وخلفنا نورا وفوقنا نورا وتحتنا نورا واجعل لنا نورا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب العالمين. أقم الصلاة.